ഇന്നത്തെ എൻ്റെ വേഷം കണ്ട ഷോപ്പിൽ വന്നത് ട്രൗസർ ഇട്ടിട്ടാണ്. ഇതിനൊരു കാരണമുണ്ടേ, ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ ഞായറാഴ്ച നമ്മൾ വീട്ടിലെത്താൻ കുറേ ലേറ്റായിന്, അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ ലേറ്റായി, അതുകൊണ്ട് മക്കൾ രാവിലെ എണീക്കാൻ ലേറ്റായി, അതുകൊണ്ട് മക്കളെ സ്കൂൾ ബസ് വിട്ട് ഇന്നത്തെ പഠിത്തം മുടങ്ങിയപ്പോൾ മമ്മി എന്നോട് ചൂടായി. ഞാൻ പറഞ്ഞു, മമ്മി പഠിക്കണ്ട, പഠിത്തമല്ലേ മുടങ്ങിയിട്ടുള്ളൂ, നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നീന്തം പഠിത്താക്കുക, അതാണല്ലോ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടേ. അങ്ങനെ നമ്മൾ നീന്തം പഠിക്കാൻ നമ്മുടെ മയ്യിലുള്ള വേളത്തമ്പലത്തിലെ കുളത്തിൽ വന്നിട്ടായുള്ള നീന്തം പഠിത്തം കഴിഞ്ഞ് കയറാനായ സമയത്തുണ്ടല്ലോ, ഷോപ്പിൽ നിന്നൊരു കോള് വന്ന് പോയി, ചോട്ടാ ദൂര സ്ഥലത്ത് നിന്ന് ഒരാൾ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഷോപ്പിൽ നിന്ന് അധികം ദൂരം അങ്ങനെ പോക്കില്ല, വർക്കിംഗ് ഡേ, വേറെ ഒന്നുമില്ല, ഇതുപോലെ ഒരുപാട് ആൾക്കാർ കാണാൻ വരുമല്ലോ. അപ്പോൾ പറഞ്ഞവർ വെറുതെ മടങ്ങണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അധികം ദൂരം പോക്കില്ല. പക്ഷേ ഇന്ന് മക്കൾ നീന്തം പഠിക്കേണ്ടത് അത്യാവശ്യമാണല്ല, അതുകൊണ്ട് ഷോപ്പിൽ നിന്ന് കുറച്ച് ദൂരം വിട്ട് നിന്നേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഷോപ്പിലെത്തി, കാരണം ഇവർ പെട്ടെന്ന് ഇറങ്ങുവേ. പിന്നെ വീട്ടിൽ പോയി മാറ്റി കുളിച്ച് വരാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാനിതാ ഈ ട്രൗസർ കോലത്തിലാണ് ഇന്ന് ഞാൻ ഷോപ്പിലെത്തിയിട്ടുള്ളത്. പിന്നെ നമ്മളെ കാണാൻ വന്നവരെ പരിചയപ്പെടുത്തണ്ടേ. ഇത് രജിത്ത് എന്നാണ് ഇവരുടെ പേര്, ഇത് ഭാര്യ, പിന്നെ മകൻ, ഇവരാണ് എത്തിയിട്ടുള്ളത്. ഇവരെത്തിയതുണ്ടല്ല കുറച്ച് ദൂരത്ത് നിന്നാണ്, പാണത്തൂർ എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, അങ്ങ് കാഞ്ഞങ്ങാടാണ് സ്ഥലം കേട്ട. പിന്നെ ഇവർ വർക്ക് ചെയ്യുന്നുണ്ടല്ല യൂറോപ്പിലാണ്, അവിടെ മാൾട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മളെ വീഡിയോ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ സ്വർണം വാങ്ങാനായിട്ട് വരുന്നത് കേട്ടോ. വൈഫിൻ്റെ മാല പൊട്ടിയിട്ട് 1 മാസമായേ, പക്ഷേങ്കിൽ ഇവർ പറഞ്ഞ് ഞാൻ വന്നിട്ടാകുമ്പോൾ നമുക്ക് കമ്പൽ ബൈജോറിൻ്റെ ഷോപ്പിൽ വന്നിട്ട് മാറ്റാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കാത്തു നിന്ന് എത്തിയതാണ് ഇവർ. എന്തായാലും വളരെയധികം സന്തോഷം. പിന്നെ ഇതാ ഇവരുടെ മകനുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഭയങ്കര ഇഷ്ടമായിനെ. ഇവിടെ സൂചിയറാന്ന് മകനും ജാൻചൂട്ടിയും കൂടിയിട്ട്, ഇതാ ജാൻചു എറിഞ്ഞിട്ട് കണ്ട കൊള്ളിച്ചത് നടുക്ക് കൊള്ളിച്ചിട്ടുണ്ട്. ജാൻചൂട്ടിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഇതാ മകന് സൂചി എറിയാൻ താല്പര്യമുണ്ട്, പക്ഷേ എറിയുന്നത് അച്ഛനാണ് എറിയുന്നത്. പക്ഷേ എറിഞ്ഞിട്ട് നോക്കിയിട്ട് റെഡിൽ കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ മോന് സന്തോഷം, ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് കേട്ടാ. മോൻ ആളും എടുക്കാനാണ്, സമ്മാനം ഞാൻ കൊടുക്കുന്നതിന് മുമ്പേ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങിന് ആള്. അപ്പം നമ്മൾ സൂചിയറും പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ശരിക്കൊന്ന് പരിചയപ്പെട്ടെ, വേറെ അവിടുത്തെ ജോലി കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കുറേ സംസാരിച്ച്, പിന്നെ ഇനി എവിടെ പോകണ്ടേ എന്നുള്ളത് സംസാരിച്ച് അങ്ങനെ നമ്മൾ ബില്ലാക്കി സ്വർണം കൊടുത്ത് ഇവരെ സന്തോഷത്തോടെ യാത്രയാക്കലാണ്. ഇവർ വന്നത് ഉച്ച സമയത്താണ്. നോക്കുമ്പോൾ വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വന്നത്. ഞാൻ മുമ്പേ പറയലുണ്ട്, നമ്മളെ ഷോപ്പിൽ വരുമ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് വരണം, എൻ്റെ വക നല്ല ബിരിയാണി എന്തായാലും ഉണ്ടാകുമെന്ന് പറയലുണ്ട്. പക്ഷേ ഇവർ ഭക്ഷണം കഴിച്ച് വന്നതായതുകൊണ്ട് ബിരിയാണി വാങ്ങി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൽ എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. ഇത്ര ദൂരത്തുനിന്ന് വന്നതല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നിയെന്നെ. എന്തായാലും അവർ സന്തോഷത്തോടെ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇവർ പോകുന്നതിന് മുമ്പ് ഇവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാനിപ്പം ചെയ്യുമ്പോൾ ഇതാ നല്ലൊരു സെൽഫി എടുത്തന്നെ. ഇങ്ങനെ ഒരുപാട് സെൽഫികൾ നമ്മുടെ ഷോപ്പിൽ നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ കാണാൻ വരുന്നത്, ഒരുപാട് സെൽഫികൾ എടുക്കുന്നത്, അവരെയൊക്കെ ഞാൻ ഓർക്കുന്നത്, അവരെ എൻ്റെ ചാനലിടുന്നത്. എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ ചാനൽ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിൽ വന്നവരുടെ സെൽഫി ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും. അത് എൻ്റെ ഒരു സന്തോഷം, പിന്നെ എൻ്റെ ഷോപ്പിൽ വന്നവർക്കും അത് സന്തോഷമാണ് ഞാൻ കരുതുന്നത്. പിന്നെ നമ്മളെ ഷോപ്പിൻ്റെ ക്യാപ്ഷൻ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, വന്നവർ വീണ്ടും വരും, വരാത്തവർ ഞങ്ങളെ തേടി വരുന്നതാണ് നമ്മുടെ ക്യാപ്ഷൻ. അതുപോലെ ഇപ്പോൾ വന്നവർ വീണ്ടും വരുന്നുണ്ട്, വരാത്തവർ നമ്മളെ ദൂര സ്ഥലത്ത് നിന്ന് ഇതുപോലെ തേടി വരുന്നുണ്ട്. വളരെയധികം സന്തോഷം.